അനുരാഗതീരം ഭാഗം 12. രചന അഭിരാമി. നീ എന്നതാ ഇവിടെ പതുങ്ങി നിൽക്കുന്നേ? അകത്തേക്ക് കയറി വന്ന ഡേവിയുടെ ശബ്ദം കേട്ടതും ഒന്ന് ഞെട്ടിയതുപോലെ അനുരാധ തലയുയർത്തി നോക്കി. അവൾ അപ്പോഴും അടുക്കളയിൽ സ്ലാബിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അല്ല, അത് പിന്നെ എനിക്കെന്തോ ഒരു മടി പോലെ, അവൾ വിക്കി വിക്കി പറഞ്ഞു. ഷെടാ, ട്രെയിലർ റിലീസ് ചെയ്തപ്പോഴേ നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ പടം ഇറങ്ങുമ്പോഴേക്ക് നിനക്ക് പനി പിടിക്കുമല്ലോ കൊച്ചേ. ചിരിയോടെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ടതും അനുരാധയുടെ മുഖം വീർത്തു. ഇനി വീർപ്പിച്ച് പൊട്ടിക്കണ്ട, വരുന്നവരൊക്കെ വരട്ടടി പെണ്ണേ. നിനക്കെന്നെ വേണ്ടെന്ന് പറയാത്ത കാലത്തോളം ഡേവി നിന്നെ കൈവിടത്തില്ല. പൊടുന്നനെ മുഖമുയർത്തി അവനെ നോക്കി അനുരാധയുടെ കണ്ണുകളിൽ നീർ പൊഴിഞ്ഞിരുന്നു. എന്നെക്കുറിച്ച് ഇയാൾക്ക് എന്തോ അറിയാം? ഈ കുടുംബത്തിലെ മരുമകളാകാനുള്ള യോഗ്യതയില്ലാത്ത ഇന്നലകളാണ് എനിക്കുള്ളതെങ്കിലോ? അവളുടെ ചോദ്യം കേട്ട് ഡേവി പുഞ്ചിരിച്ചു. നീ ഏതായാലും ആരുടെയും കെട്ടിയോളല്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നീ പറഞ്ഞ ഇന്നലകൾ കൊണ്ട് ഉദ്ദേശിച്ചത് നിന്റെ ജന്മരഹസ്യമോ ജീവിത രീതിയോ ആണെങ്കിൽ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇനിയുള്ള അനുരാധ എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഉറച്ച സ്വരത്തിൽ അവൻ പറഞ്ഞതും അനുരാധ കണ്ണുകൾ വിടർത്തിയ മുഖത്തേക്ക് നോക്കി. ആ നേരത്തായിരുന്നു റോസ്ലിനും ഡെയ്സിയും പിള്ളേരും കൂടി അങ്ങോട്ട് വന്നത്. ആഹാ, വീട്ടിൽ വന്ന് ഞങ്ങളെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ കെട്ടിയോനും കെട്ടിയോളും കൂടി അടുക്കളയ്ക്കകത്ത് എന്നതാ പരിപാടി? അകത്തേക്ക് വന്ന് ഡെയ്സി ചോദിച്ചതും അനുരാധ ഡേവിയുടെ അരികിൽ നിന്നും അല്പം നീങ്ങി നിന്ന് അവളെ നോക്കി. കുറച്ച് തടിച്ചതെങ്കിലും വെളുത്ത സുന്ദരിയായ ഒരു പെണ്ണായിരുന്നു ഡെയ്സി. നീണ്ട മുടി പിന്നിക്കെട്ടി തോളിലൂടെ മുന്നോട്ടിട്ടിരുന്നു. കണ്ണിനെ മറച്ചു വെച്ചിരുന്ന ഫ്രെയിംലെസ് കണ്ണട പോലും അവളുടെ ഭംഗി കൂട്ടുന്നതായിരുന്നു. മുഖത്തെ മനോഹരമായ പുഞ്ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ വീട്ടിലെ മറ്റുള്ളവരിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമുള്ളവളല്ല അവളും എന്ന ഉറപ്പ്. മോളെ, ഇതാ എൻ്റെ മൂത്ത സന്താനം, ഇതവളുടെ മക്കൾ. അരികിൽ നിൽക്കുന്ന മകളെയും കൊച്ചുമക്കളെയും റോസ്ലിൻ അനുരാധയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. മനഃപൂർവ്വം വരാഞ്ഞതല്ല കേട്ടോ അനു. ഇച്ചായം പട്ടാളത്തിലാണ്, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ ഇതുങ്ങളെ മേയ്ക്കണം. അതാട്ടോ വരാൻ പറ്റാഞ്ഞത്. ഡെയ്സി വന്ന് അനുരാധയുടെ കൈ കവർന്നു. അവളുടെ അനു എന്നുള്ള വിളി കൂടിയായപ്പോൾ അനുരാധയ്ക്കും വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയിരുന്നു അവളോട്. ഓ പിന്നെ, അവളൊരു കുടുംബക്കാരി വന്നേക്കുന്നു. അന്നേരത്തെ അവസ്ഥയിൽ ഈ കൊച്ചിനോടൊന്ന് സംസാരിക്കാനൊക്കെ വേണ്ടിയാ നിന്നോടൊന്ന് വന്നേച്ചു പോടിയെന്ന് ഞാൻ പറഞ്ഞത്. അന്നേരം അവക്കില്ലാത്ത തിരക്കൊന്നുമില്ല. എന്നിട്ടിപ്പോൾ വല്യമ്മച്ചി വിസ്താരത്തിന് വരുന്നെന്ന് കേട്ടപ്പോഴേക്കും അവൾ ഓടിപ്പിടിച്ച് വന്നേക്കുന്നു. ഡെയ്സിക്ക് തന്നേക്കാ കാര്യം വല്യമ്മച്ചിയായ ശോശാമ്മയോടാണെന്നതിൻ്റെ കൊതിക്കറു തീർക്കാനൊരവസരം കിട്ടിയതുപോലെ റോസ്ലിൻ പറഞ്ഞു. അത് കേട്ടതും ഇനി ഇവിടെ നിന്നാൽ പലതും കേൾക്കേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഡേവി പതിയെ പുറത്തേക്ക് വലിഞ്ഞു. ശോശാമ്മയ്ക്ക് ആദ്യമുണ്ടായ പേരക്കുട്ടിയെന്ന നിലയ്ക്ക് ഡെയ്സിയോട് ഒരു ഇത്തിരി സ്നേഹം കൂടുതലാണ്. തിരിച്ചവൾക്കും അങ്ങനെ തന്നെ. ചെറുതിലെയൊക്കെ ഡെയ്സി ആയിരുന്നു വല്യമ്മച്ചിയുടെ പെറ്റ്. പക്ഷേ അവളുടെ അമ്മയായ റോസ്ലിനെ അവർക്ക് കണ്ടും കൂടായിരുന്നു. തന്നെ ഇഷ്ടമല്ലാത്ത ഒരാൾ തന്നെക്കാളുമേറെ തൻ്റെ മോളെ സ്നേഹിക്കുന്നതിൽ റോസ്ലിന് നല്ല രീതിക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിലും ആരും ഈ കുഴപ്പിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടാൻ പോകാറില്ലായിരുന്നു. എങ്കിലും ഈ വിഷയത്തിലെ ശീതയുദ്ധം റോസ്ലിനും ശോശാമ്മയും തമ്മിൽ തുടർന്നു പോരുക തന്നെ ചെയ്തു. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഡെയ്സിയുടെ നേരെയുള്ള ഈ പരാതി പറച്ചിലും. പക്ഷേ അവൾ അപ്പോഴും കുറുമ്പോടെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എൻ്റെ പൊന്നു മമ്മി, ഇനി അതേ പിടിച്ച് തൂങ്ങല്ലേ. ഞാൻ ആരെയും വിസ്തരിക്കാനൊന്നും വന്നതല്ല. എല്ലാവരും കൂടി ചാടി പുറപ്പെട്ട് വരുന്നെന്ന് കേട്ടപ്പോഴുണ്ടായ ടെൻഷൻ കൊണ്ട് ഓടി വന്നതാ, ഡെയ്സി നയം വ്യക്തമാക്കി. എന്നിട്ടും റോസ്ലിൻ്റെ മുഖം തെളിഞ്ഞില്ലെങ്കിലും അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. രംഗമൊന്ന് ശാന്തമാക്കാനെന്നോണം അനുരാധ പതിയെ ഡെയ്സിയുടെ മക്കൾക്ക് നേരെ ചെന്നു. എന്താ രണ്ടാളുടെയും പേര്? എൻ്റെ പേര് നിതാന, ഇവൻ്റേത് നദാൻ. ആഹാ, അടിപൊളി പേരാണല്ലോ. എത്രയല്ല രണ്ടാളും പഠിക്കുന്നേ? ഞാൻ 1ലാ, ചേച്ചി 4ലും. ആൻറ്റിയുടെ പേരെന്തുവാ? അനുരാധ. എത്രയല്ല പഠിക്കുന്നേ? നിഷ്കളങ്കമായി അവൻ ചോദിച്ചത് കേട്ട് അനുവും ഡെയ്സിയും റോസ്ലിനും എല്ലാം ചിരിച്ചു. ആൻറ്റിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി പരീക്ഷ എഴുതിയേച്ചാൽ മതി. ബാക്കി ചോദ്യങ്ങളൊക്കെ പിന്നെ ചോദിക്കാം. തൽക്കാലം രണ്ടും പോയി ഉടുപ്പ് മാറ്റിക്കേ. ഡെയ്സി പിള്ളേരെ ഓടിച്ചു പുറത്തേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് അനുരാധയ്ക്കൊരു ടാറ്റയും കൊടുത്തിട്ട് അവരിരുവരും പുറത്തേക്ക് ഓടി. സംശയങ്ങൾ തീർത്തിട്ട് നേരമില്ലെന്നേ, ഡെയ്സി ചിരിയോടെ പറഞ്ഞത് കേട്ട് അനുരാധയും ചിരിച്ചു. അപ്പോഴേക്കും ഇറച്ചിയൊക്കെ വാങ്ങി എബ്രഹാമും എത്തിയിരുന്നു. ആ, നീ വന്നോ? വന്ന് കയറിയുള്ളൂ പപ്പേ. ആ, ദേണ്ടെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഞണ്ടുമുണ്ട്, മരുമോൾക്ക് ഇഷ്ടപ്പെട്ട കൊഞ്ചുമുണ്ട്. കയ്യിലിരുന്ന കവർ സ്ലാബിലേക്ക് കൊണ്ടുവച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ട് ഡെയ്സിയും അനുരാധയും പരസ്പരം നോക്കി ചിരിച്ചു. നിങ്ങളുടെ മോക്കും മരുമോക്കും ഉള്ളത് മാത്രമേ വാങ്ങിയുള്ളൂ? അപ്പോൾ ബാക്കി വരുന്നവർക്ക് എന്നാ കൊടുക്കും? അവർക്കെല്ലാം കൂടി ബീഫും വാങ്ങിയിട്ടുണ്ട്.
എന്നാൽ പിന്നെ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയേച്ച് വാടി, നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഓക്കെ. ഡെയ്സി വേഗം ഡ്രസ്സ് മാറ്റാൻ പോയി. അനുരാധ ഉള്ളി നന്നാക്കാനും തുടങ്ങി. പെണ്ണുങ്ങൾ മൂന്നും കൂടി ഉത്സാഹിച്ചപ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായിരുന്നു. ചോറും കപ്പപ്പുഴുക്കും മോരുകറിയും ബീഫ് റോസ്റ്റും ഞണ്ട് കറി വെച്ചതും കൊഞ്ച് തീയലും പിന്നെ കുറച്ച് വറുത്തതും പപ്പടം പൊള്ളിച്ചതുമായപ്പോഴേക്ക് ഉച്ചയൂണ് റെഡിയായിരുന്നു. എല്ലാം കൂടി ഇങ്ങ് വന്നു കയറിയാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അതാ ഞാൻ കിടന്ന് വെപ്രാളം പിടിച്ചത്. എല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോൾ ആശ്വാസത്തോടെ റോസ്ലിൻ പറഞ്ഞു. കേട്ടോ അനു, മമ്മിക്ക് പിന്നെ പപ്പായുടെ വീട്ടുകാരെ ഭയങ്കര മതിപ്പാ, പ്രത്യേകിച്ച് വല്യമ്മച്ചിയെ. ഡെയ്സി കളിയാക്കിയതും റോസ്ലിൻ്റെ മുഖം വീർത്തു. ഓ, മതിപ്പ് കൂട്ടിയെടുത്ത് മടിയിൽ വെക്കാൻ പറ്റിയ മുതലുകളാണല്ലോ നിൻ്റെ പപ്പയുടെ വീട്ടുകാരെല്ലാം. വന്നു കയറിയ പെണ്ണുങ്ങളെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ അമ്മായിമ്മയെ നാത്തൂന് അത്ര മികച്ചതാ പൊന്നു കൊച്ചേ. ആ കുടുംബത്ത് കെട്ടിക്കയറി ചെന്ന കാലം മുതൽ ചില്ലറയൊന്നുമല്ല ഞാൻ അനുഭവിച്ചത്. കെട്ട് കഴിഞ്ഞപ്പോൾ അതിയാനങ്ങ് മാറിപ്പോയി. കെട്ടിയോളുടെ പാവാടച്ചരടില്ല എന്നൊക്കെ പറഞ്ഞ് വിമിഷ്ടമായിരുന്നു തള്ളയ്ക്കും മോക്കും. ഞാൻ അങ്ങേർക്ക് എന്നാ കൊടുക്കാൻ ചെന്നാലും അപ്പോൾ വരും. അവനതൊന്നും ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട്. ഓ എൻ്റെ കർത്താവേ, ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ആ ഓർമ്മകളിൽ പോലും അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് റോസ്ലിൻ പറഞ്ഞു. അതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ അത്യാവശ്യം ബോൾഡായിട്ടുള്ള മമ്മിയെ വരെ വെള്ളം കുടിപ്പിച്ചവരെയൊക്കെ മുൻപിൽ താൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന ചിന്തയായിരുന്നു അനുരാധയിൽ നിറഞ്ഞത്. തൻ്റെ കഥകളൊക്കെ മറിയുമ്പോൾ പപ്പയും മമ്മിയും ഡെയ്സി ചേച്ചിയും പോലെ ചേർത്ത് നിർത്തണമെന്നുണ്ടോ അവരൊക്കെ? ചേർത്ത് നിർത്തിയില്ലെങ്കിലും ചവിട്ടി മെതിക്കാതിരുന്നാൽ മതിയായിരുന്നു, അവൾ മനസ്സിലോർത്തു. ഉച്ചയാവാറായില്ലയോ? പടകളെല്ലാം എത്താറായിട്ടുണ്ടാകും. നിങ്ങൾ വേണേ ചെന്നൊന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൂ. റോസ്ലിൻ പറഞ്ഞപ്പോഴായിരുന്നു ഇരുവരും അതിനെക്കുറിച്ച് ഓർത്തത്. വേഗം മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു റോസ്ലിൻ അനുരാധയെ പുറകെ വിളിച്ചത്. എന്നതാ മമ്മി? മോള് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഡേവിയുടെ മുറിയിലോട്ട് തന്നെ പൊക്കോ. മമ്മി. പെട്ടെന്ന് റോസ്ലിൻ അങ്ങനെ പറഞ്ഞപ്പോൾ അനുരാധയുടെ കണ്ണ് മിഴിഞ്ഞു. അന്ന് പിന്നെ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അതാ ശരിയെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ അതിലൊരു ശരികേടുണ്ട്. ഇനി മജിസ്ട്രേറ്റുമാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ 2 മുറിയിലാ കിടപ്പെന്നറിഞ്ഞാൽ പിന്നെ അത് മതി പുകിലിന്. നിങ്ങൾ കെട്ടുകഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചും തുടങ്ങിയെന്നറിഞ്ഞാൽ കൂടുതൽ ഭരണത്തിനൊന്നും വരത്തില്ല. അതുകൊണ്ട് മോള് ചെല്ല്. അതുവരെ വരാൻ പോകുന്നവരെ പേടിച്ചായിരുന്നു അനുരാധയുടെ നിൽപ്പെങ്കിൽ ഇപ്പോൾ ഈ പുതിയ പ്രശ്നം കൂടിയായപ്പോൾ അവൾ കൂടുതൽ തളർന്നു. പരസ്പരം പൊരുത്തപ്പെട്ടോളാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ അരികിൽ വരുന്നത് പോയിട്ട് ചുമ്മാ ഒന്ന് നോക്കി കടന്നു പോയാൽ പോലും ആകെപ്പാടെ വിറച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. അന്നേരം ആ ഒരുമിച്ചുള്ള താമസം കൂടി. അനുരാധ സ്വയം അറിയാതെ നെഞ്ചിൽ കൈവച്ചു. മമ്മി പറഞ്ഞതൊക്കെ നേരാണ്. പക്ഷേ ഒന്നടുക്കാൻ, തൻ്റേതാണെന്ന് വിശ്വസിക്കാൻ, ഇനി എന്നും ഒപ്പമുണ്ടാകേണ്ടവനാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒക്കെയും കുറച്ച് സമയം കൂടിയേ തീരൂ. അവളുടെ ഉള്ളം മൊഴിഞ്ഞു. തുടരും.